പെട്ടകമുയർത്തി മാനവകുലത്തിന് പുതിയൊരു പുലരി സമ്മാനിച്ച ധീരനായ ദൈവപുരുഷൻ നോഹ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ തലമുറയെ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം വാഗ്ദാനം നൽകിയ വിശ്വാസികളുടെ പിതാവ് ഇതാ ധീരനായ അബ്രഹാം. സീനായി മലമുകളിൽ വെച്ച് ദൈവത്തിൽ നിന്ന് നേരിട്ട് 10 കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകകൾ സ്വീകരിച്ച ദൈവത്തിന്റെ വിശ്വസ്തദാസൻ മോശ. സുന്ദരിയായ ജൂത പെൺകുട്ടി, പിന്നീട് പേർഷ്യ രാജ്യത്തിന്റെ അതിഥിയായി മാറിയ എസ്തേർ, ധൈര്യത്തിന്റെ വിവേകത്തിന്റെ കുലീനതയുടെ രാജകുമാരി എസ്തേർ. ആടുമേയ്ക്കുന്ന ഇടയനിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവായി ഉയർന്ന കണകൊണ്ട് ഭീമനെ വീഴ്ത്തിയ സങ്കീർത്തകൻ ദാവീദ് രാജാവ്. പഴയ നിയമ ചരിത്രം അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ രക്ഷയ്ക്കായി അവതരിച്ച ദൈവപുത്രൻ യേശുക്രിസ്തു ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന് കൽവരിക്കുരിശിൽ മരിച്ച ഉദ്ധിതനായി എന്നും ജീവിക്കുന്ന ഏകരക്ഷകൻ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ ദൂതൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസ്തയോടെ അനുസരിച്ച നീതിമാനായ മനുഷ്യൻ, ശാന്തതയുടെയും അനുസരണത്തിന്റെയും വലിയ മാതൃകയായ യോസേപ്പ് പിതാവ്. ഇതാ വാനവീതിയിൽ നിന്നും വെള്ളിച്ചിറകുകൾ വീശി ദൈവത്തിന്റെ പ്രധാന ദൂതൻ കടന്നു വരുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മംഗളവാർത്ത അറിയുക ആ വലിയ മാലാഖ, അതെ ഗബ്രിയേൽ മാലാഖ.
ചുമലിലേറ്റിയ ഈശോയ്ക്ക് കാവലിരുന്ന അമ്മ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ദൈവമാതാവ് ഇതാ സ്വർഗീയ പ്രകാശത്തോടെ കടന്നു വരുന്നു. പരിശുദ്ധ അമ്മ, ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് മരുഭൂമിയിലെ സിംഹത്തെ പോലെ ഗർജിച്ച ധീരനായ പ്രവാചകൻ സ്നാപക യോഹന്നാൻ. ദാഹം മാറാത്ത കിണറ്റിലെ വെള്ളത്തിന് പകരം ഒരിക്കലും ദാഹിക്കാത്ത ജീവനുള്ള ജലം ഈശോയിൽ നിന്ന് സ്വീകരിച്ച ഭാഗ്യവതി സമരിയാക്കാരി സ്ത്രീ. ബെഥാനിയയിലെ ആ കൊച്ചു വീടും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ രണ്ട് സഹോദരിമാരെയും ആർക്കാണ് ഓർമ്മയില്ലാത്തത്? ഇതാ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാർത്തയും മറിയവും. എല്ലാവരും ഭയന്നോടിയപ്പോഴും കാൽവരി മലയിലെ ആ കഠിനമായ കുരിശിൻ ചുവട്ടിൽ ഈശോയുടെ അമ്മയോടൊപ്പം വിശ്വസ്തയോടെ ഉറച്ചു നിന്ന സ്നേഹത്തിന്റെ പ്രതീകം മഗ്ദലന മറിയം. ഉദ്ധിതനായ ഈശോയുടെ മുറിവുകളിൽ വിരലമർത്തി എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ലോകത്തിനു മുമ്പിൽ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ധീരനായ ശിഷ്യൻ മാർത്തോമാ ശ്ലീഹ.